പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും എയർ ഹോം ടെക് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്നത് ഈ വാൾ ക്ലോക്കാണ്, പെൻഡുലം ക്ലോക്കാണിത്. ഇത് അജന്ത കമ്പനിയുടെ ഒരു പെൻഡുലം ക്ലോക്കാണ്. ഇതിൽ ഓരോ മണിക്കൂറിനും ബെല്ലടിക്കുന്ന സിസ്റ്റമൊക്കെ ഉള്ളൊരു നല്ലൊരു ക്ലോക്കാണിത്. അത്യാവശ്യം വിലയുള്ളൊരു ക്ലോക്കാണിത്. അപ്പോൾ ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള വാൾ ക്ലോക്കുകൾ വന്നു കഴിഞ്ഞാൽ ഈ മൂവ്മെൻറ്റ് മാറ്റുകയാണ് പതിവ്. ഇത് അഴിച്ചൊന്നും ആരും റിപ്പയർ ചെയ്യാൻ മെനക്കെടാറില്ല. കാരണം ചെറിയ വിലയിൽ മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് കിട്ടുന്ന മൂവ്മെൻറ്റ് ഇത്തരത്തിലുള്ള അലാറമൊക്കെ ഉള്ളതാണെങ്കിൽ അല്പം വില കൂടിയ വിലയ്ക്കാണ് കിട്ടുക. അപ്പോൾ നമുക്കിത് പരമാവധി ഇത് തന്നെ അഴിച്ച് നമുക്ക് റിപ്പയർ ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാം. പരമാവധി ഇതൊക്കെ അഴിച്ച് സർവീസ് ചെയ്ത് റെഡിയാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് പുതിയൊരു മൂവ്മെൻറ്റ് ഇതിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഒത്തിരി നാൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ട, ഇതിൻ്റെ ഉള്ളിൽ പല്ലിയൊക്കെ ചത്തി പോയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ മെഷീൻ്റെ മൂവ്മെൻറ്റിൻ്റെ അകത്തും ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് വർക്ക് ചെയ്യാത്തത്. എന്തായാലും നമുക്കിത് നോക്കാം, അഴിച്ചൊന്ന് സർവീസ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ സർവീസ് ചെയ്ത് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു മൂവ്മെൻറ്റ് ഇതിൽ ഫിറ്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോയും നിങ്ങൾ കാണുക. ഇത്തരത്തിലുള്ള ഒത്തിരി വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള മിക്കവാറും ഉപകരണങ്ങളൊക്കെ സർവീസ് ചെയ്യുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾ സമയം പോലെ കാണുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം.
ഒരു 3 വോൾട്ട് ബാറ്ററിയാണിത്. അപ്പോൾ ഇതിൻ്റെ അലാറം സൈഡിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഈ
ഇതിൽ ഉണ്ടായിരുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഈ ബാറ്ററി കോണ്ടാക്റ്റ് തുരുമ്പിടിച്ച് പോയതിൻ്റെ പ്രശ്നമാണ്. ഒരു വയറും വിട്ടുപോയിരുന്നു. ആ വയറൊക്കെ നമ്മൾ ജോയിൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു ബാറ്ററി കോണ്ടാക്റ്റ് എടുത്ത് സെറ്റ് ചെയ്ത് ബാറ്ററി ഇട്ടപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫിറ്റ് ചെയ്യാം. വേറെ വലിയ തോതിലുള്ള പ്രശ്നമൊന്നും ഈ ക്ലോക്കിലില്ല. കുറേ നാൾ ഉപയോഗിക്കാതെ വെച്ചിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇത്തരത്തിലുള്ള ക്ലോക്കുകൾ ബാറ്ററി ഉപയോഗിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അഴിച്ച് നോക്കി ബാറ്ററി പഴയതായി പോയിട്ടുണ്ടെങ്കിൽ ആ ബാറ്ററി എടുത്ത് കളയുകയാണ് ചെയ്യേണ്ടത്. ബാറ്ററി അതിൽ തന്നെ വെച്ചിരുന്നാൽ ഇതുപോലുള്ള കംപ്ലൈൻറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. മിക്കവാറും ആളുകൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ വീടുകളിലും ഇത്തരത്തിലുള്ള വാൾ ക്ലോക്കുകളും അതുപോലെ തന്നെ പഴയ റേഡിയോ ഒക്കെ ഉണ്ടാവും ബാറ്ററി ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളൊക്കെ ഒന്ന് എടുത്ത് ആ ബാറ്ററി ഇരിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ ബാറ്ററി ലീക്കായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആ ബാറ്ററി എടുത്ത് മാറ്റിയിട്ട് ഒന്നുകിൽ പുതിയതിടുക, അല്ലെങ്കിൽ ബാറ്ററി ഒഴിവാക്കി വയ്ക്കുക. ബാറ്ററിയോടുകൂടെ വെച്ചിരുന്നാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ബാറ്ററി ലീക്കായി കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ലിക്വിഡ് ബാറ്ററി കോണ്ടാക്റ്റെല്ലാം തുരുമ്പിടിച്ച് അത് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഈ ക്ലോക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ കരുതിയത് ഇതിൻ്റെ മൂവ്മെൻ്റൊക്കെ മാറ്റേണ്ടി വരുമെന്നാണ്. ആ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് നാൾ ഉപയോഗിക്കാതെ വെച്ചിരുന്നത് കൊണ്ട് ഒരുപാട് ഡസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് അഴുക്കായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളതൊക്കെ അഴിച്ച് തുടച്ച് റെഡിയാക്കിയപ്പോൾ കാണാനും വളരെ ഭംഗിയായിട്ടുണ്ട്.
ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. പെൻഡുലം വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അലാറം വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ക്ലിയറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.